إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ആജ്ഞാനിരോധങ്ങൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസീക്കും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. അല്ലാഹു നമുക്ക് ദീനാക്കി തന്നിട്ടുള്ള ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവം മിതത്വമാണ്. എല്ലാ കാര്യങ്ങളിലും മിതമായ നിലപാട്, ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നത്. ഫലാ ഇഫ്റാത്ത വലാ തഫ്രീത്ത്. ഒന്നിനെയും അവഗണിക്കുക എന്നതോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അതിര് കവിയുക എന്നതോ ഇസ്ലാമിൻ്റെ ശൈലിയല്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈ ഒരു നിലപാട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ടു തന്നെ നിൽക്കുന്ന ചെലവ്, സാമ്പത്തികമായ നമ്മുടെ ക്രയവിക്രയങ്ങളിൽ ഒരു അച്ചടക്കം പാലിക്കുക എന്നത്, മിതത്വം പാലിക്കുക എന്നത്. അള്ളാഹു നമുക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി തന്നിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ഒരു ശരിയായ നിലപാട്, ധൂർത്തും ദുർവ്യയവുമില്ലാത്ത ഒരു രീതി സ്വീകരിക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് ഇസ്രായേൽ നമുക്ക് കാണാൻ സാധിക്കും, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖൂദ മലൂമൻ മഹ്സൂറ. നീ നിന്റെ രണ്ട് കൈകളെയും നിന്റെ കഴുത്തിലേക്ക് ചേർത്ത് ബന്ധിക്കരുത് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്ക് അതൊരു സത്യവിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അതോടൊപ്പം അതിൻ്റെ മറുവശം, നീ അതിനെ പൂർണ്ണമായി അയച്ചു കളയുകയും ചെയ്യരുത്. യാതൊരു നിയന്ത്രണവുമില്ലാത്ത നിലക്ക് കൈ അയച്ചു കളയുക എന്ന് പറഞ്ഞാൽ ചെലവിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ തോന്നിയതിനും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ചെലവഴിക്കുന്ന സ്വഭാവം, അതും പാടില്ല. അങ്ങനെ ആയാൽ എന്തുണ്ടാകും? നീ ആക്ഷേപിക്കപ്പെട്ടവനും അതുപോലെ തന്നെ പ്രയാസത്തിലകപ്പെട്ടവരുമായിരിക്കേണ്ടി വരും എന്നല്ലാഹു നമ്മളോട് പറയുന്നു. ഇപ്പോൾ ദുനിയാവിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ, അത് പണം ചെലവഴിക്കുന്നിടത്താകട്ടെ, മറ്റെന്തെങ്കിലും ജീവിത വിഭവങ്ങൾ ചെലവഴിക്കുന്നിടത്താകട്ടെ, ധൂർത്ത് പാടില്ല, പിശുക്ക് പാടില്ല, മിതത്വം പാലിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വഷ്റബു വതസദ്ദഖു വൽബസു. നിങ്ങൾ തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക, നിങ്ങൾ സ്വതക്ക ചെയ്യുക, നിങ്ങൾ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. മാലം യുഖാലിതുഹു ഇസ്റാഫുൻ ഔ മഹീലത്തുൻ. അതിൽ നിങ്ങളെ ഇസ്റാഫോ മഹീലത്തോ, അമിതവ്യയമോ അതുപോലെ തന്നെ പൊങ്ങച്ചമോ അതിൽ കലരാത്തിടത്തോളം കാലം നിങ്ങൾക്കിതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കുക, കുടിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സ്വതക്ക ചെയ്യുക, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിലൊന്നും അമിതവ്യയം ഉണ്ടാകാൻ പാടില്ല, ധൂർത്തുണ്ടാകാൻ പാടില്ല, പൊങ്ങച്ചത്തിന് അതൊരു കാരണമാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല
ഈ ഒരു തത്വത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അൽ അദ്ൽ, ഇതിനെയൊക്കെ വേർതിരിക്കുന്ന ഒരു നിയമം, ഒരു മാനദണ്ഡമെന്ന് പറയുന്നത് നീതിയാണ്. എന്താണ് ആ നീതി? വഹുവൽ അഖ്ദു ബിൽ വസത്തിൽ മൗദൂഇ ബൈന ത്വറഫൈൽ ഇഫ്റാത്തി വത്തഫ്രീത്ത്. എന്തെങ്കിലും ഒരു സംഗതിയെ അതിന് രണ്ട് അറ്റങ്ങൾക്ക് അവഗണിച്ചു കളയുക എന്നൊരറ്റം, അമിതമാക്കുക എന്നൊരറ്റം, ആ രണ്ടറ്റങ്ങളുടെയും ഇടയിൽ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നതാണ്. വഅലൈഹി ബിനാഉ മസാലിഹി ദുനിയ വൽ ആഖിറ, ദുനിയാവിൻ്റെയും അതുപോലെ തന്നെ ആഖിറത്തിൻ്റെയും നന്മകളെല്ലാം കുടിക്കൊള്ളുന്നത് ഈ ഒരു മിതത്വം സ്വീകരിക്കുന്നതിലാണ്, ഈ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്നതിലാണ് എന്ന് വിശദീകരിച്ച് തരുന്നതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ധൂർത്ത് എന്ന് പറയുന്നത് അതൊരു വലിയ ദുശ്ശീലമാണ് എന്ന് മാത്രമല്ല, അതൊരു രോഗമാണ്. അതൊരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഒരു വ്യക്തിയുടെ ധൂർത്ത് അയാളുടെ കുടുംബത്തെ ബാധിക്കും, അയാൾ ജീവിക്കുന്ന സമൂഹത്തെ ബാധിക്കും, അയാളുടെ രാഷ്ട്രത്തെ പോലും ബാധിക്കും. വ്യക്തികളൊക്കെ ധൂർത്തന്മാരായി മാറുക എന്നത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ പ്രയാസമുണ്ടാക്കി തീർക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അള്ളാഹു ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. വളരെ ആക്ഷേപസ്വരത്തിലാണ് അള്ളാഹു അത്തരം ആളുകളെ കുറിച്ച് സംസാരിക്കുന്നത്. വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുന്നാർ, ദുർവ്യയം കാണിക്കുന്ന, ധൂർത്ത് കാണിക്കുന്ന ആളുകൾ അവർ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് അല്ലാഹു സൂറത്ത് ഗാഫിറിൽ പറയുന്നു. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്, ധൂർത്തന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹു സൂറത്ത് ആറാഫിൽ പറയുന്നു. കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, പക്ഷെ അമിതമാക്കരുത് എന്ന് അല്ലാഹു സൂറത്ത് ഇസ്രായിൽ പറയുന്നു. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു അതിനെ ആക്ഷേപിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ ധൂർത്തനായാൽ, ധൂർത്തൊരാൾ ശീലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് എന്തിന് ചെലവഴിക്കണം, എവിടെ ചെലവഴിക്കണം എന്നതിന് അവൻ്റേതായ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ എന്തിന് ചെലവഴിക്കണം, എത്ര ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ആവശ്യത്തിൻ്റെയും നമ്മളുടെ സ്ഥിതിയുടെയും അടിസ്ഥാനത്തിലാണ്. നമുക്ക് എന്തുമാത്രമാണ് ഒരു സംഗതി ആവശ്യമുള്ളത്, അതിനെ പിന്തുണക്കാവുന്ന നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രമാണുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി വേണം ഒരാൾ അവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ. ഇന്ന് പക്ഷേ നമ്മുടെ ചെലവുകളെ തീരുമാനിക്കുന്നത് നമ്മളല്ല, അത് വിപണിയാണ്, അല്ലെങ്കിൽ ട്രെൻഡുകളാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കി അവിടെയൊക്കെ ആളുകൾ എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നത് നോക്കിയാണ് നമ്മൾ എന്ത് വാങ്ങണം, എന്ത് കഴിക്കണം, എന്ത് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിനു വേണ്ടി എത്ര ചെലവഴിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത്. ആ ഒരവസ്ഥ അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു മസ്ഊലിയത്തുണ്ട്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കാര്യം, പരലോകത്ത് ചെല്ലുമ്പോൾ പല ചോദ്യങ്ങൾ പറഞ്ഞതിൽ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യം എന്നാണ് പറഞ്ഞത്. മിൻ ഐന ഇക്തസബ, നീ എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത്, പിന്നെ ഫീമ അഫ്ന, നീ എവിടെയാണ് അത് ചെലവാക്കിയത്. ഇത് രണ്ടും അള്ളാഹു ചോദിക്കും. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത് അത് അമാനത്താണ്, അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. അത് വരുന്ന വഴികൾ ശുദ്ധമാവുക എന്നതും അത് നമ്മൾ ചെലവഴിക്കുന്ന വഴികൾ ശുദ്ധവും നീതിയുക്തവുമാവുക എന്നതും വളരെ അടിസ്ഥാനപരമായി നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ തനിക്ക് എന്ത് വാങ്ങണമെന്ന അവൻ്റെ തീരുമാനത്തെ പോലും, എവിടെ ചെലവഴിക്കണമെന്ന അവൻ്റെ തീരുമാനത്തെ പോലും മറികടക്കുന്ന വിധത്തിൽ ഈ ധൂർത്ത് എന്ന സ്വഭാവം പടർന്നു പിടിക്കും. അപ്പോൾ അത് അവൻ്റെ കുടുംബത്തിൻ്റെ ബജറ്റിനെ താളം തെറ്റിക്കും, അവൻ്റെ കച്ചവടത്തിൽ അത് നഷ്ടമുണ്ടാക്കും, അവനെ കടക്കാരനാക്കി മാറ്റും, അവന് തീരാത്ത നിലക്കുള്ള മാനസിക സംഘർഷങ്ങൾക്ക് അത് വഴിവെക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് ആ സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കും. പിന്നെ പൊതുവിഭവങ്ങൾ ഉണ്ടാകും, എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടേണ്ട സംഗതികൾ, അത് ആളുകൾ ദൂർത്തടിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രയാസവും സമൂഹം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു വിപത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എവിടെയൊക്കെയാണ് സാധാരണ നമുക്ക് ദൂർത്ത് സംഭവിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ അള്ളാഹു പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞല്ലോ. ഒന്ന് നമ്മുടെ ഭക്ഷണപാനീയങ്ങളുടെ വിഷയത്തിലാണ്. ഭക്ഷണപാനീയങ്ങളിൽ എങ്ങനെയാണ് ഇസ്രാഫ് ഉണ്ടാവുക? അത് പല നിലക്ക് സംഭവിക്കും. ഒരാൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുക എന്ന് അത് തന്നെ ഇസ്രാഫാണ്. ഒരാൾ ഭക്ഷണം കഴിക്കേണ്ടത് എത്രയാണ്? അയാൾക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറെ കഴിക്കട്ടെ എന്നതൊരു മുസ്ലിമിൻ്റെ ശൈലിയല്ല. മറിച്ച് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്? നമ്മളൊക്കെ 3 നേരം 4 നേരമൊക്കെ ഭക്ഷണം കഴിച്ച് ശീലിച്ചവരാണ്. അങ്ങനെയല്ല, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക. വിശക്കുമ്പോൾ ആ വിശപ്പിന് പരിഹാരമാണ് ഭക്ഷണം. അപ്പോൾ ആവശ്യത്തിന്, വിശപ്പ് മാറാൻ ആവശ്യമുള്ളത് അത് ഹലാലും ത്വയ്യിബുമായ രീതിയിൽ കഴിക്കുക. അതാണ് ഇസ്ലാമിൻ്റെ ഭക്ഷണ സമ്പ്രദായം. മറിച്ച് ഭക്ഷണം ധാരാളം ഉണ്ടാക്കുക, എന്നിട്ട് ധാരാളം കഴിക്കുക,
എന്നിട്ട് കുറേ പാഴാക്കി കളയുക, ഇതെല്ലാം ഇസ്രാഫാണ്. അധികം കഴിക്കുന്നത് ഇസ്രാഫാണ്, ആവശ്യത്തിലധികം ഉണ്ടാക്കുന്നത് ഇസ്രാഫാണ്, ആ ഉണ്ടാക്കിയത് ആവശ്യം കഴിച്ചുള്ളത് പാഴാക്കി കളയുന്നത് ഇസ്രാഫാണ്. ആവശ്യത്തിൽ കവിഞ്ഞ നിലക്ക് അമിതമായ ആഡംബരം സ്വീകരിക്കാൻ വേണ്ടി, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക എന്നതും ഇസ്രാഫാണ്. അത് ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ്, ആളുടെ സ്ഥിതിക്കനുസരിച്ചാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും അതുപോലെ അബൂബക്കർ സിദ്ദീഖും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് വിശപ്പ് കാരണം വീട്ടിലിരിക്കാൻ പറ്റാതെ പുറത്തിറങ്ങിയ ഒരു സംഭവം ഹദീസുകളിലുണ്ട്. എല്ലാവരും അറബികൾ ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ കാണുന്നത് പോലെ ഈ ഉഷ്ണകാലത്ത് ഉച്ചയ്ക്ക് ശേഷം മയങ്ങുന്ന സമയം, ആരും പുറത്തിറങ്ങാത്ത സമയം, ആ സമയത്ത് ഇവർ പുറത്തിറങ്ങി ഓരോരുത്തരായി മറ്റുള്ളവരെ കണ്ടുമുട്ടി. എന്താ പുറത്തിറങ്ങാൻ കാരണം എന്ന് വെച്ചപ്പോൾ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിശന്നിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവർ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തിന് ഏറ്റവും വിശിഷ്ടരായ 3 ആളുകളെ അതിഥികളായി കിട്ടിയ സന്തോഷത്തിൽ ഒരു ആടിനെ അറുത്ത് അവർക്ക് ഭക്ഷണം നൽകി. അവരത് കഴിച്ചു. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ പരലോകത്ത് നിങ്ങളോട് ചോദിക്കപ്പെടുമെന്ന്. അപ്പോൾ അവിടെ അതിഥിയെ 3 ആൾക്ക് വേണ്ടി ഒരു ആടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അത് ആ സന്ദർഭവുമായി യോജിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ എപ്പോഴും അങ്ങനെയാണോ? എപ്പോഴും അങ്ങനെയല്ല. മറിച്ച് വേറൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കീസുണ്ട്. എന്താണ് ജാബിർ ഇത്? അത് മാംസമാണ്. എന്തിനാ വാങ്ങിയത്? അത് വീട്ടിലേക്ക് ഞങ്ങൾക്ക് ആഹാരത്തിന് വാങ്ങിയതാണ്. അതങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും അങ്ങാടിയിൽ വെച്ച് ഇതേ സ്വഹാബിയെ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കീസുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്താണ് ജാബിറെ കീസിൽ? അത് മാംസമാണ്. ഇതെന്തിനു വാങ്ങിയതാണ്? വീട്ടിലേക്കാണ്. ഇത് എന്താ വാങ്ങാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്തഹൈന, ഞങ്ങളത് ഇഷ്ടപ്പെട്ടു, മാംസം കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഇവിടെ വിഷയവുമായി പ്രസക്തമാകുന്ന ചോദ്യം. ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങുകയാണോ? ആഗ്രഹം തോന്നുന്നതൊക്കെ വാങ്ങുകയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അത് ഹറാമാണെന്ന് പറഞ്ഞില്ല, പക്ഷേ നിരുത്സാഹപ്പെടുത്തുകയാണ്. ആഗ്രഹം തോന്നുമ്പോഴേക്ക് അത് സാധിക്കുക എന്നത് അത് ഒരു മുസ്ലിമിൻ്റെ ഈ പാലിക്കുന്ന മിതത്വം എന്ന നിലപാടിനോട് യോജിക്കുന്നതല്ല. കുറച്ചൊക്കെ ആവശ്യങ്ങൾ മാറ്റിവെക്കാൻ, ആഗ്രഹങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ശീലിക്കാത്തതിൻ്റെ വലിയൊരു ദുര്യോഗം ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ. ആവശ്യങ്ങൾ എന്താണെന്ന് അവർക്ക് വേർതിരിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആഗ്രഹം തോന്നുന്നതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷിതാക്കളാകട്ടെ അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും? ചിലപ്പോഴൊക്കെ അവർ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്കത് താങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുവരെ ശീലിച്ചിട്ടില്ലാത്ത തടസ്സങ്ങൾ വരുമ്പോൾ അവർക്കത് ആ പ്രയാസം ഏറ്റെടുക്കാനുള്ള മാനസികമായ കരുത്തില്ല. അങ്ങനെ അവർ പല വഴികളിലേക്ക് പോകുന്നു. പലരും മാനസികമായി തകരുന്നു. ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ പോലും. എന്താണ് ഒരു റിമോട്ട് വാങ്ങി വെച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത്? എന്താണ് ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടത് വാങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്? അവൻ അതുവരെ ഇല്ല എന്നൊരു സംഗതി ശീലിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ അവരെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്കത്തരം ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും ആഡംബരങ്ങളെയും ഒക്കെ വേർതിരിച്ച് ആവശ്യത്തിന് എന്ന് ചിന്തിക്കുവാൻ സാധിക്കാതെ പോകുന്നു. അത് ഈ ധൂർത്ത് മുഖേന ഉണ്ടാകുന്ന വലിയൊരു വിപത്താണ്. അത് നമ്മളെ മക്കളെ വളർത്തുമ്പോൾ അത് ശീലിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, അപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ്, നമ്മളെ കുട്ടികൾ പറയും പുതിയ ബാഗ് വേണം. അപ്പോൾ കഴിഞ്ഞ വർഷം ബാഗ് വാങ്ങിയിട്ടില്ലേ, ഉണ്ട്, അതിനെന്താ കുഴപ്പം? അത് കഴിഞ്ഞ വർഷത്തതല്ലേ, ഒരു വർഷം ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന് വേറെ തകരാറുകളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു വർഷം ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ വിപണി അവരെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകൾ അവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അവരൊരു പക്ഷേ ശീലിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആവശ്യങ്ങൾ അനാവശ്യങ്ങൾ എന്ന് വേർതിരിക്കാതെ അത് നമ്മുടെ മുന്നിൽ വരുന്നു. അതൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുക എന്നത് ശരിയായൊരു നിലപാടല്ല. പ്രത്യേകിച്ച് പ്രവാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ നമ്മുടെ പ്രവാസം അവസാനിപ്പിക്കാൻ സാധിക്കാതെ ഇവിടെ തുടരേണ്ടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വേണ്ട സമയത്ത് വേണ്ട നിലക്കുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നതും അത് പഠിപ്പിക്കുന്നതിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് വന്ന വീഴ്ച അതിന് വലിയൊരു കാരണമാണ് എന്നൊരു തിരിച്ചറിവ് കൂടി ഈ സമയത്ത് നമുക്കുണ്ടാകണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച്, പിന്നെ ഒരു മനുഷ്യനും ആദം സന്തതിയും പിന്നെ നിറക്കുന്ന പാത്രങ്ങളിൽ മോശമായൊരു പാത്രമില്ല അവൻ്റെ വയറിനേക്കാൾ. നിറക്കാൻ പറ്റുന്ന ഏറ്റവും മോശമായ പാത്രം വയറാണ്. വയറ് നിറക്കാനാണ് ഏറ്റവും മോശമായ സംഗതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ബിഹസ്ബി ബിനി ആദമ ഉകുലാതുൻ യുഖിംന സുൽബഹു, ഒരു മനുഷ്യൻ എത്ര ഭക്ഷണം വേണ്ടത്? അവൻ്റെ നട്ടെല്ല് നേരെ നിൽക്കാനുള്ള ഭക്ഷണം.
അവന് നിവർന്നു നിൽക്കാൻ സാധിക്കുന്ന, അവന് ജോലി ചെയ്യാൻ സാധിക്കുന്ന, അവൻ അത്യാവശ്യം താക്കത്ത് നൽകുന്ന മതിയായ ഭക്ഷണമാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ളത്. ഫഇൻ കാന ലാ മഹാല, ഇനി അതൊന്നും പോരാ എന്ന് ഒരു നിലക്കും പറ്റുന്നില്ലെങ്കിൽ ഫസുലുസുൻ ലിതആമിഹി, അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത് അപ്പോൾ ഒരാൾക്ക് എത്ര നടക്കാം? വയറിൻ്റെ 1/3 നടക്കാം. നമ്മൾ അവിടുന്ന് അങ്ങോട്ടേ പഠിച്ചിട്ടുള്ളൂ. അതിലും കുറവാ റസൂലുള്ളാഹി പറഞ്ഞത്. ഇത് ആ പരിധി നിൽക്കാൻ പറ്റാത്തവർക്ക് കൊടുത്ത അടുത്തൊരു പരിധിയാണെന്ത് എങ്കിൽ അവൻ വയറിൻ്റെ 1/3 നിറക്കട്ടെ, പിന്നെ 1/3 വെള്ളത്തിന്, 1/3 വായു സഞ്ചാരത്തിന് അവൻ മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞു. ഈ നിലക്ക് ഭക്ഷണം അധികം കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം പാഴാക്കാതിരിക്കുക, അനാവശ്യമായ നിലക്ക് പിന്നെ സൽക്കാരങ്ങളുടെയും വിവാഹങ്ങളുടെയും ഒക്കെ പേരിൽ പൊങ്ങച്ചം കാണിക്കാൻ, ദൂർത്ത് കാണിക്കാൻ വേണ്ടി മാത്രമായി അമിതമായ നിലക്ക് ഭക്ഷണം ഒരുക്കാതിരിക്കുക എന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇനി ഭക്ഷണം മതിയായ ഭക്ഷണമാണെങ്കിൽ പോലും അമിതമായ വിലക്ക്, അതെന്തിനാ? അതൊരു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മാത്രം, ഒരു അഹങ്കാരത്തിന് വേണ്ടി മാത്രം അങ്ങനെ അമിതമായി ചെലവഴിക്കാതിരിക്കുക. മറ്റൊന്ന് വസ്ത്രത്തിൻ്റെ രംഗമാണ്. ഇതുപോലെ തന്നെയൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്ത്രം അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, ട്രെൻഡുകളാണ് തീരുമാനിക്കുന്നത് എന്ന അവസ്ഥ. ഒരു ചടങ്ങിന് ധരിച്ച വസ്ത്രം അടുത്ത ചടങ്ങിന് പറ്റാത്ത അവസ്ഥ. ഓരോ ചടങ്ങിനും പ്രത്യേകമായ ഡ്രസ് കോഡുകൾ പാലിക്കണമെന്ന ആരൊക്കെയോ ഉണ്ടാക്കിയ ചില നിയമങ്ങളുടെ പേരിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ. സ്കൂളുകളിൽ പല പല ആഘോഷങ്ങളുടെ പേരിൽ പ്രത്യേകം ഡ്രസ് കോഡുകൾ ആവശ്യപ്പെടുന്ന അവസ്ഥ. ഇതൊക്കെ അനാവശ്യമാണ്. ആവശ്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണനയും പരിഗണനയും നൽകേണ്ടത്. ഈ നിലക്കുള്ള രംഗങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് വെള്ളവും അതുപോലെ വൈദ്യുതിയും ഇത്തരത്തിലുള്ള പൊതു വിഭവങ്ങളുടെ വിഷയത്തിലാണ്. വെള്ളത്തിൻ്റെ വിഷയം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണ് ജീവിച്ചത്. അവിടെ വെള്ളത്തിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, നനക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, കിണറുകൾ ഉണ്ടായിരുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ വളരെ മിതമായ നിലക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാണിക്കുകയും അത് ചെയ്യുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിൽ പോലും ഒതു കൊടുക്കുമ്പോൾ നീ ഇസ്രാഫ് കാണിക്കരുത് എന്നാണ്. അപ്പോൾ ഒതു എന്നത് പുണ്യകരമായ ഒരു കാര്യമാണ്. അതിൽ പോലും ഇസ്രാഫ് പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ ഇസ്രാഫ് ഒരിക്കലും വരാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വന്നുകൊണ്ട് ഒതു എടുക്കാൻ വേണ്ടി എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒരു ആറാബിയെ ഒതു എടുക്കാൻ പഠിപ്പിച്ചു. ആ ഒതു എടുത്ത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം വീതം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഹാദൽ വുളു ഫമൻ സാദ അലാ ഹാദാ ഫഖദ് അസാഅ. ഇതാണ് വുളു. ഇതിനേക്കാൾ ആരെങ്കിലും അധികരിപ്പിച്ചാൽ അവൻ തെറ്റു ചെയ്തു, അവൻ ചീത്തയായ കാര്യം പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. ഔ തഅദ്ദ, അല്ലെങ്കിൽ അവൻ അതിരി വിട്ടു. ഔ ളലമ, അല്ലെങ്കിൽ അവൻ അക്രമം കാണിച്ചു. വുളുവിൻ്റെ കാര്യത്തിൽ പോലും അത്ര ഒരു മിതത്വം പാലിക്കണം, ഒരു അതിര് പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇപ്രകാരം എല്ലാ വിഷയങ്ങളിലും ഈ മിതത്വം പാലിക്കുവാൻ, ദൂർത്തിൻ്റെ വഴിവിട്ട ചെലവുകളുടെ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل وسلم على محمد وعلى آل محمد اتقوا الله وتقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഇസ്രാഫിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ് തബ്ദീർ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്വീൻ. മുബദ്ദിരീങ്ങൾ അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. അതും ദുർവ്യയം തന്നെയാണ്. പക്ഷേ ചെറിയ വ്യത്യാസമുള്ള എന്താ വെച്ചാൽ, ഇസ്രാഫ് എന്ന് പറയുന്നത് നമ്മൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ അതിര് കവിയുക, ഹലാലായ സംഗതികളിൽ തന്നെ അനാവശ്യമായി ചെലവഴിക്കുക. തബ്ദീർ എന്ന് പറയുമ്പോൾ അനാവശ്യ കാര്യങ്ങളിലോ, അതായത് പ്രത്യേകിച്ച് ഉപകാരമില്ലാത്ത കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളിലോ ചെലവഴിക്കുന്നതാണ് തബ്ദീർ. രണ്ടും പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ പണം നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എവിടെയാണ്? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നീ നിന്റെ ഏറ്റവും ഉടയവരായ ബന്ധുക്കൾക്കും അതുപോലെ വഴിയാത്രക്കാർക്കും മിസ്കീന്മാരായ ആളുകൾക്കുമൊക്കെ അവരുടെ അവകാശങ്ങൾ നൽകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് വലാ തുബദ്ദിർ തബ്ദീറ, നീ തബ്ദീർ ദുർവ്യയം കാണിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് ദുർവ്യയം ആണെന്നാണോ? അത് ഹലാലായ കാര്യമല്ലേ? പക്ഷെ എന്താണ്, എന്തിന് ചെലവഴിക്കാൻ, ഏത് നിലക്ക് കൊടുക്കുന്നു എന്നത്. തബ്ദീർ, ഇസ്രാഫ് എന്ന് പറയുന്നത് അളവിലുള്ള അമിതത്വമാണ്. തബ്ദീർ എന്ന് പറയുന്നത് അത് ചെലവഴിക്കുന്ന ഇനങ്ങളിലുള്ള അക്രമമാണ്. അനാവശ്യമായി ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക്, ഇപ്പോൾ കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്, അല്ലെങ്കിൽ പാവങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും
അത് ശരിയാണോ തെറ്റാണോ ഉപകാരമുള്ളതാണോ അല്ലാത്തതാണോ എന്നൊന്നും പരിഗണിക്കാതെ ധാരാളമായിട്ട് പണം കൊടുക്കുക എന്നുള്ളത് പാടില്ല എന്നർത്ഥം. മറിച്ച് അവർക്ക് ആവശ്യമുള്ളതിന് അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറുന്ന നിലക്കാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ പ്രത്യേകമായി നമ്മൾ വളരെ കടുത്ത വേനൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം എല്ലാ കാലങ്ങളിലും ഇവിടെ ഒരു സമ്പന്ന രാഷ്ട്രമാണ് കുവൈത്ത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും ഈ കാലമാകുമ്പോൾ ഔക്കാഫിൻ്റെ ഖുതുബകളിൽ ഈ വൈദ്യുതിയും വെള്ളവും പാഴാക്കരുത് എന്ന കൃത്യമായ ശക്തമായ ഉത്ബോധനം നൽകാൻ നിർദ്ദേശിക്കും. ഇന്നത്തെ ഖുതുബയിൽ അങ്ങനെ പ്രത്യേകമായ നിർദ്ദേശം ഉള്ളതുകൊണ്ട് കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം പാഴാക്കരുത്, വൈദ്യുതി പാഴാക്കരുത്. അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് നമുക്ക് അമിത ചെലവുണ്ടാക്കും, രണ്ടാമത്തേത് ഒരു സമൂഹത്തിനും ഭരണകൂടത്തിനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും ലഭിക്കേണ്ടുന്ന, എല്ലാവർക്കും ഉപകരിക്കേണ്ടുന്ന ഇത്തരം വിഭവങ്ങൾ പാഴാക്കി കളഞ്ഞുകൊണ്ട് അത് പല രീതിയിൽ ആവശ്യമില്ലാത്ത നിലക്ക് ഉപയോഗിക്കുക, ആവശ്യത്തിലധികം ഉപയോഗിക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ആവശ്യം കഴിഞ്ഞാലും ടാപ്പൊക്കെ തുറന്നിടുക, അതിന് വല്ല പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സമയത്ത് ശ്രദ്ധിക്കാതിരിക്കുക. ഇങ്ങനെ ധാരാളം വഴികളിലൂടെ ഊർജ്ജവും വെള്ളവും ഒക്കെ പാഴാക്കുന്ന സ്വഭാവം. നമ്മൾ മലയാളികൾ എന്ന നിലക്ക് ഇപ്പോൾ നാട്ടിലും വലിയ വൈദ്യുതി പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ വീട്ടുകാരോടും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരം പൊതുവിഭവങ്ങൾ അത് ഞാനാണല്ലോ പണം കൊടുക്കുന്നത് എന്നതുകൊണ്ട് നമുക്കതെങ്ങനെയും ചെലവഴിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. അതൊരു സമൂഹത്തിൻ്റെ പൊതുവായ സമ്പത്തൊക്കെ ആ നിലക്ക് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രംഗങ്ങളിലും കൃത്യമായ ഒരു ബോധത്തോടും ബോധ്യത്തോടും കൂടി നമ്മൾ പെരുമാറുകയും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരികയും എല്ലാവിധ പ്രയാസങ്ങളിലും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾ, ഇപ്പോൾ ഗസയിലെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുഡാനിൽ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. അടുത്ത ദിവസം റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവർ രക്ഷാമാർഗം തേടി പോകുമ്പോൾ ബോട്ടപകടമുണ്ടായി പലരും മരണപ്പെടുകയും ധാരാളം ആളുകൾ പ്രയാസം വന്നത് നമുക്കറിയാം. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർനാ അലൽ ഖൗമിൽ കാഫിരീന വൽ ളാലിമീൻ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ اغفر لنا ولإخواننا الذين سبقونا في الإيمان. اللهم ارحم والدينا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الله على المرسلين.